ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറുപ്പൻതറയിൽ ഒരു 9 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണ് ജീവനൊടുക്കി. അപ്പോൾ അവളുടെ ആണെങ്കിൽ, ആ പെൺകുട്ടിയുടെ ആണെങ്കിൽ പ്രസവത്തിൻ്റെ ഡേറ്റ് ഈ അടുത്ത മാസത്തേക്ക് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി മരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി വേറെ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അതുപോലെ മൂന്നാമത് ഈ പെങ്കൊച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പെങ്കൊച്ചിൻ്റെ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ അനാഥാലയത്തിൽ വിട്ടവരെയും ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഈ 2 മക്കളെയും കൊടുക്കരുതെന്നുണ്ട്. വളരെ വേദനയോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ആ 9 മാസം ഉള്ള വയറും വെച്ചിട്ട് ഈ പെങ്കൊച്ചിനെ കല്ലറയിലേക്ക് കൊണ്ടുപോയി അടക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒപ്പീസൊക്കെ ചൊല്ലി കല്ലറയിലേക്ക് എടുക്കാൻ നേരത്തെ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നു. എനിക്കിവിടെ ആകെ ചോദിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഈ പെണ്ണ് ഈ മരണത്തിലേക്ക് ഇറങ്ങി ഈ കല്ലറ വരെ എത്തുന്നവരെ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ എന്താ ചെയ്യുന്നത്? അപ്പം നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പെണ്ണുങ്ങളെ ആണെങ്കിൽ ഈ പെൺപിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും നേരിടുമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ചില ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് തന്നെ നമ്മൾ വീണ് പോയ സ്ഥലത്ത് നിന്ന് എണീക്കാൻ വയ്യാത്ത ഒരു വിധത്തിൽ ഈ ആണുങ്ങളുടെ വീട്ടുകാർ നമ്മളെ തറച്ചിടും. അപ്പോൾ ഇവിടെ ഈ മരിച്ച അമിത എന്ന് പറഞ്ഞ പെൺകൊച്ച്, ഈ കൊച്ച് നേഴ്സാണ്. സൗദിയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയി, പിന്നെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയി, പിന്നെ അത് രണ്ടാമത്തെ കൊച്ചായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് പോകാൻ പറ്റാതെ വന്നു. അപ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ ഈ ഡെലിവറി ആയി. അപ്പം മരിച്ച് ശവടക്കിൻ്റെ സമയത്ത് നമ്മുടെ ഷൈനിയുടെ ഹസ്ബൻഡ് വന്ന പോലെ തന്നെ ഈ പെങ്കൊച്ചിനും അന്ത്യചുംബനം, അത് വലിയ കാര്യമാണല്ലോ. അന്ത്യചുംബനം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പെണ്ണുങ്ങളാരും സ്വർഗത്തിൽ പോകില്ല. അപ്പം അന്ത്യചുംബനം കൊടുക്കാൻ വന്ന ഭർത്താവിനെ തള്ളിവിടാൻ ഉള്ള ബന്ധുക്കളുണ്ടായി. അപ്പം ഇത്രയും കാലം ഈ പെണ്ണ് ഇവന്റെ വീട്ടിൽ കിടന്ന് അനുഭവിച്ചു. ഇത്രമാത്രം സ്ട്രെസ് എടുത്ത് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധുക്കളും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാ പറയുന്നത്, ഈ പെണ്ണുങ്ങളുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അയ്യോ അവൻ അങ്ങനെയാ, അവൻ ആണുങ്ങളാണെങ്കിൽ അങ്ങനെയാ. ഒരു പെണ്ണുങ്ങളുടെ പേരൻസ്, എനിക്കറിയാം വളരെ ചുരുക്കം പേരൻസ് ആണ് ഈ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ആണുങ്ങളാണെങ്കിൽ അങ്ങനെയാ, നീ കുറച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ജീവിതം അങ്ങ് മുമ്പോട്ട് പോകും. കുറെ കാലം കഴിയുമ്പോൾ ശരിയാവും. ഈ കുറെ കാലം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് 1-2 പിള്ളേരാകുമ്പോഴാണ്. 1, 2, 3 പിള്ളേരായാലും ഈ ആണുങ്ങൾ ശരിയാവത്തില്ല. നമുക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും ഗൈഡ് ചെയ്യാണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒറ്റ സ്ത്രീകളും മരിക്കത്തില്ല. പിന്നെ ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഭർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഡെലിവറിയുടെ സമയത്ത് കാശില്ലായിരുന്നു. അപ്പൊ ഈ പെണ്ണിന്റെ കുറച്ച് സ്വർണം അതും ഇതൊക്കെ പണയം വെച്ച് വകയ്ക്കൊക്കെ ആയിട്ട് ഈ പെണ്ണിന്റെ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ആ കാശ് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടാണ്, അതായത് ഡെലിവറി നടത്താനായിട്ട് ആ കാശ് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണ് മരിച്ചതെന്ന്. എനിക്കിവിടെ കാശ് കൊടുത്തതോ ചോദിച്ചതൊന്നുമല്ല ഒരു കൺസേൺ, ഒറ്റൊരു കൺസേണേ ഉള്ളൂ. തനിക്കുണ്ടാവുന്ന ഒരു കുഞ്ഞിനെ നോക്കാൻ ആ ഡെലിവറി ചാർജ് ചെയ്യാൻ കഴിവില്ലാത്തതാണ് ഈ ഭർത്താക്കന്മാര്. നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ, വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഈ തലമുറകളായിട്ട് നീണ്ടുവരുന്ന ഒരു വൃത്തികെട്ട സംസ്കാരമുണ്ട്. എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മാസം ഗർഭിണിയായി കഴിയുമ്പോൾ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. എന്തുകൊണ്ടാ? 7-ാം മാസം കഴിഞ്ഞ് നമുക്കൊന്നും വയ്യ, ഫുഡ് ഉണ്ടാക്കാനോ കെട്ടിയവന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനൊന്നും വയ്യ. എന്തുകൊണ്ട് വയ്യാത്തോണ്ട് കൊണ്ടുവിടുന്നതാ. എങ്കിൽ സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയി കഴിയുമ്പം അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ചെയ്തു കൊടുക്കുന്ന ആണുങ്ങൾ ഇല്ലെന്നല്ല, പക്ഷെ ഭൂരിഭാഗം പേരും കൊണ്ടുപോയി വീട്ടിലേക്ക് അങ്ങ് തള്ളും. അവിടെ അപ്പനും അമ്മയെ നോക്കിക്കൊള്ളൂലോ. പിന്നെ പ്രസവം എടുപ്പും സൂപ്പുണ്ടാക്കലും എല്ലാം ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ പണിയാ. ഇതിലൊന്നും ആണുങ്ങളുടെ അമ്മയും അപ്പനൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഈ കൊച്ചിനെ കണ്ട് 2 കുറ്റമൊക്കെ പറഞ്ഞ് പോകുക അല്ലാതെ അതൊക്കെയാണ് സാധാരണ പതിവ്. ഇനിയിപ്പോൾ 100-1 അല്ലെങ്കിൽ 100-2 എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യവതിയായിട്ടുള്ള പെൺകുട്ടികളുണ്ട് കേട്ടോ, പൊന്നുപോലെ ചെറുക്കൻ്റെ വീട്ടുകാർ നോക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ അല്ലാത്തവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ചെലവാണ്. മാമോദിസം നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ അല്ലാതെ മതപരമായിട്ടുള്ള ചെലവ് നടത്തേണ്ടതൊക്കെ പെണ്ണിന്റെ വീട്ടുകാർ. ഞാൻ വിചാരിക്കുകയാണ്, ഈ സൊസൈറ്റിയിൽ ഒരാണിനും ഒരു പെണ്ണും 2 പേരും കൂടി ഒരുമിക്കുമ്പോൾ ശരിക്കും ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇതൊരു വീട്ടുകാരുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഒരു കുടുംബം ഉണ്ടാവണ്ടേ? ശരിക്കും ഒരു ആണിന്റെയും പെണ്ണിന്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? ചില ആണുങ്ങൾ കല്യാണത്തിന്റെ ചെലവിന് കാശ് വാങ്ങുന്നു. ചില സ്ഥലത്ത് കണ്ടുവരുന്നത് വളരെ വൃത്തികെട്ട ഒരു രീതിയാണ്. അപ്പൊ ഇതിനൊന്നും കാശില്ലെങ്കിൽ പരിപാടിക്ക് പോകരുതെന്നേ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ വരുമെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അതിനുള്ള കാശ് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തവർ ഈ കല്യാണത്തിന് പോകരുത്. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവൂല, എല്ലാം ഈ പെൺവീട്ടുകാരുടെ തലയിലേക്ക് വെക്കുന്നു. പെൺകുട്ടികളെ വളർത്തണം, അവൾ പീരീഡ്സ് ആകുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കണം, അവളെ പഠിപ്പിക്കണം, അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ അവളെ കല്യാണം കഴിപ്പിക്കണം, അവൾക്ക് ഉണ്ടാവുന്ന പിള്ളേരെ നോക്കണം, അതിന്റെ ചെലവ് നോക്കണം, പ്രസവ ശുശ്രൂഷ നടത്തണം. എന്താണ് ഒരു സൊസൈറ്റിയിൽ? വെറുതെയല്ല പണ്ടൊക്കെ ഈ പെൺകുഞ്ഞാന്ന് അറിയുമ്പോൾ തന്നെ കൊന്നുകളയുന്നേ. കാരണം മാതാപിതാക്കൾക്ക് സമാധാനമില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് നല്ല അമ്മമാരുണ്ട്.
അമ്മമാരെ ആമ്പിള്ളേരെ വളർത്തുന്നത് എങ്ങനെയാന്ന് പറയട്ടെ. അയ്യോ അവന്മാര് വിശക്കുമ്പോൾ ആണെങ്കിലും മടി കൊണ്ടുവന്ന് ചോറ് വെച്ച് കൊടുക്കും. വേണമെങ്കിൽ 10-30 വയസ്സായി കഴിഞ്ഞാൽ വാരിയും കടയും കൊടുക്കും. പല ആണുങ്ങളും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പലർക്കും അത് ഒരു റിലേറ്റഡ് ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് വരെ കോരാൻ പറ്റില്ല. അയ്യോ എൻ്റെ ആണുങ്ങൾ അതൊന്നും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ആണത്ത് അങ്ങ് പോകും. അങ്ങനെയാണ് ഈ അമ്മമാര് വളർത്തുന്നത്. ഇനി ഒരു ഇന്നർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകണ്ട, അത് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ അലക്കാൻ വസ്ത്രം ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടില്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളുടെ മാനം അങ്ങ് താന്നു പോകും. ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു നല്ല മാതാവ് വളർത്തിയത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ആമ്പിള്ളേർ വളർന്നു വരുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ അച്ഛന്മാർക്ക് റോൾ ഉണ്ടെങ്കിൽ പോലും ഒരു പെണ്ണിനെ എങ്ങനെ ബഹുമാനിക്കണം, ഒരു നല്ല ഭർത്താവ് എങ്ങനെ ആവണം, ഒരു പെണ്ണിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന. ഇത് ഈ അമ്മമാരാണെങ്കിൽ ഒരു കാര്യവും പഠിപ്പിക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ അങ്ങ് വളർത്തി അങ്ങ് വിടും. ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അയ്യോ ഇനി മുതൽ നീ എൻ്റെ മോൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണേ, ഇനി മുതൽ നിന്റെ ഉത്തരവാദിത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇള്ളാപ്പിള്ളേനല്ല കല്യാണം കഴിച്ചങ്ങ് നാട്ടിലേക്ക് കൊടുത്തു വിടുന്നത്. ഇത്തരത്തിലുള്ള അമ്മമാരുണ്ടല്ലോ, സൊസൈറ്റിക്ക് ദ്രോഹം അല്ലാതെ ഉപകാരം ചെയ്യുന്ന ഒരമ്മമാര് പോലും സൊസൈറ്റിയിലില്ല. ഇത്തരത്തിലുള്ളവര് സ്വന്തം മക്കളോട് അത്ര സ്വാർത്ഥതയുള്ളവരാ. അണ്ട് വന്നു കയറുന്ന പെണ്ണിനാണ് കുറ്റം. ഇനി ഒരു 2 മാസം ഡെലിവറി പ്രഗ്നന്റ് ആയില്ലെങ്കിലോ ആ പെണ്ണിന് കുറ്റം. പിന്നെ പതുക്കെ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുറ്റം, പിന്നെ പെണ്ണിന്റെ പാരമ്പര്യത്തിലുള്ള എല്ലാവർക്കും കുറ്റം. ഇങ്ങനെയുള്ള കുറെ നല്ല അമ്മമാരുണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാര് നമ്മൾ ഒരു ഇത്തിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മളൊരു പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് ഭർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരു പെണ്ണുങ്ങളും ഇങ്ങനെ മരിക്കത്തില്ല. ഒരു പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ മരിക്കത്തില്ല. ഇതിങ്ങനെയുള്ള കുറെ അവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഭാര്യമാര് മരിച്ചതെന്താ, ഒന്ന് അറസ്റ്റ് ചെയ്യും, പിന്നെ ജയിലിൽ പോകും, നല്ല ഫുഡ് അടിക്കും, തിരിച്ചു വരും. എല്ലാ കേസസിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്തണമെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും അച്ഛനും അമ്മയ്ക്കും ബോധം വരണം. അത് എൻ്റെ മക്കളാണെന്നുള്ള ഒരു ബോധം വരണം. ആ അത്യാവശ്യ സമയത്ത് ചെറിയൊരു താങ്ങ് മാത്രം കൊടുത്താൽ മതി. ഈ കല്യാണം, സ്വർണം, തുണി, ഫുഡ് എന്നൊക്കെ പണ്ട് കുറേ കാശ് ചെലവാക്കല്ലേ. അതിൻ്റെ 4 പോലും വേണ്ട. ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ മക്കളെ സമാധാനത്തോടെ നോക്കാൻ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ ഒരു പെണ്ണും മരിക്കത്തില്ല. കാരണം തൻ്റെ മക്കളെ മാറ്റി വെച്ചിട്ട് തന്നെ പോയി മരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രമാത്രം വിഷമം താങ്ങാത്തോണ്ടായിരിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ രോഷം കൊണ്ടാട്ടോ. ഞാൻ പലരോടും സംസാരിച്ച് കഴിയുമ്പോൾ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. പല പെണ്ണുങ്ങൾക്കാണെങ്കിലും വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമില്ല. കെട്ടിയവൻ്റെ വീട്ടിൽ കയറി ചെന്ന എന്ന് വെച്ചാൽ സ്വാർത്ഥതയാ. മനസ്സിലായോ? അതായത് നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വന്തം മോനുള്ള സ്നേഹം കുറഞ്ഞു പോയാലോ. അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ജീവിതം ഉണ്ടല്ലോ നശിപ്പിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഈ പെണ്ണുങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്നത്. ഒരു നല്ല വാക്ക് പല ആണുങ്ങളും തല്ലുമ്പം, ഇപ്പൊ ഷൈനി മരിച്ചുപോയി, ഷൈനിയുടെ ഹസ്ബൻഡ് എന്ത് സപ്പോർട്ടായിട്ടാ പെങ്ങളും അമ്മയും പറയുന്നേ. അതുപോലെ വിസ്മയ അത്രയും കിടന്ന് സഫർ ചെയ്തു. വിസ്മയയുടെ കേസാണ് ഞാൻ പറയുന്നത്. വിസ്മയ അത്രയും കിടന്ന് സഫർ ചെയ്തു. വിസ്മയുടെ മുഖത്തൊക്കെ ബൂട്ടിട്ട് ചവിട്ടിയ പാടുവരെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവന്റെ അച്ഛനമ്മമാർ ആരെ സപ്പോർട്ട് ചെയ്തു? ഉത്തരവാദ കേസില് ഉത്തരനെ പാമ്പ് കടിപ്പിച്ച് കൊന്നു. ഇതിനാരായിരുന്നു സപ്പോർട്ട്? ആ വീട്ടിൽ ആരും അറിയാതാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ എല്ലാ കൊലപാതകങ്ങളിലും ഉണ്ടല്ലോ ഒരമ്മയുടെ സ്വാർത്ഥത ഉണ്ട് പുറകില്. അപ്പൊ ഇങ്ങനെ സ്വാർത്ഥരായിട്ടുള്ള അമ്മമാർ എന്തോ ചെയ്യണമെന്നറിയോ, എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന പെണ്ണുങ്ങളുടെ ലൈഫ് കളയാതിരിക്കാനായിട്ട് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുത്. അപ്പതാ ഈ താഴെ നമ്മൾ കാണുന്ന പോലെ ഉണ്ടല്ലോ, ഈ 9 മാസവും പ്രഗ്നന്റ് ആയിട്ട് ആ കൊച്ചിനങ്ങളെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട പെണ്ണുങ്ങളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പെണ്ണുങ്ങളുടെ പേരൻസ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ഭാരമല്ല നിങ്ങളുടെ മക്കള്. അവർക്ക് ചെറിയൊരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മതി. അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അത് എത്ര അധികം നരക തുല്യമാണ്. നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ തളർന്നു പോകും. അങ്ങനെ ഫാമിലി പ്രോബ്ലംസ് ഉള്ള എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഈ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ ഇത്ര അധികം എനിക്ക് ആ നിറവയറ് വെച്ചിട്ട് ആ ശവപ്പെട്ടിയിൽ കിടന്ന് കല്ലറയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ പുറകിലുള്ള ഓരോരോ റീസണാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഓരോ വൃത്തികെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ പെണ്ണുങ്ങളും ഈ കല്ലറയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒറ്റ ഒരു പെണ്ണ് പോലും മരിക്കില്ല. അവർക്ക് സന്തോഷമായിട്ടൊരു കുടുംബജീവിതം. ഇനി ഈ ഭർത്താക്കന്മാരുടെ അപ്പനും അമ്മയും
മോശമാണെങ്കിൽ പോലും ഭർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാൻ ഒരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളും മരിക്കത്തില്ല. ആ സ്നേഹ സ്വാതന്ത്ര്യത്തിൽ അവർ നിലകൊള്ളും മരിക്കാതെ. ഇതൊന്നുമില്ലാതെ വരുമ്പോഴാണ് ഇതുങ്ങളൊക്കെ ഇങ്ങനെ പോയി മരിക്കുന്നത്.